Good morning guys. ഞങ്ങളുടെ മോർണിംഗ് വ്യൂ കണ്ടോ? ഇറ്റ് ഫീൽസ് ലൈക്ക് എ ഡ്രീം ടു വേക്ക് അപ്പ് ടു ദിസ് എവറി ഡേ. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മൾ ഒരു 4-day ക്രൂസ് ട്രിപ്പിലാണ്. ഇന്നലെ നമ്മൾ മലേഷ്യയിൽ പോയിരുന്നു. ഇന്നിപ്പോ നമ്മൾ ക്രൂസ് കണ്ടിന്യൂ ചെയ്ത് തായ്ലൻഡിലേക്കാണ് പോകുന്നത്. ഇന്ന് 3-ാമത്തെ ദിവസമാണ് ക്രൂസിന്റെ. രാവിലെ 8 മണിയാകുമ്പോഴത്തേന് നമ്മൾ തായ്ലൻഡിലെ പുക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തും. തായ്ലൻഡ് ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രിയാണ്. ഇറ്റ് ഹാസ് എ പോപ്പുലേഷൻ ഓഫ് അറൌണ്ട് 70 മില്യൺ. ക്യാപിറ്റൽ ബാങ്കോക്ക് ആണ്. ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് തായ് ആണ്. ഇവിടുത്തെ കറൻസി തായ് ബാട്ട് ആണ്. ഒരു ബാട്ട് എന്ന് വെച്ചാൽ ഏകദേശം 2 ഇന്ത്യൻ റുപ്പീസ് അഥവാ 8 ഫിൽസ് ആണ്. തായ്ലൻഡിലെ സമയം ഇന്ത്യനേക്കാളും 1.5 മണിക്കൂർ മുന്നോട്ടും കുവൈറ്റിനേക്കാളും 4 മണിക്കൂർ മുന്നോട്ടുമാണ്. തായ്ലൻഡിൽ നമ്മുടെ ഈ ക്രൂസ് ഡോക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ചെറിയ ഫെറീസിലായിരിക്കും നമ്മളെ കരയിലേക്ക് കൊണ്ടുപോകുന്നത്. കൊച്ചിൻ്റെ കുപ്പികഴൽ ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ചെയ്യുന്നത്? ഓൾമോസ്റ്റ് റെഡി ആയോ? നമ്മുടെ ക്രൂസിലെ കസിനോ ആണ് ഈ കാണുന്നത്. നമ്മൾ ഇതുവഴിയാണ് പുറത്തേക്കുള്ള വഴിയിലേക്ക് പോകുന്നത്. ഇവിടെ ഇപ്പൊ ആൾക്കാരൊന്നും ഇല്ല, കാരണം എല്ലാവരും തായ്ലൻഡിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. ഗാംബ്ലിംഗ് ആക്ച്വലി മിക്ക ലാൻഡ്സിലും ഇല്ലീഗൽ ആണ്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ കസിനോസ് നമ്മൾ കാണുക ഒരു ഷിപ്പിലോ ക്രൂസിലോ ഒക്കെ ആയിരിക്കും. ഇത് തായ്ലൻഡിലോട്ട് ഇറങ്ങാനുള്ള ക്യൂ ആണ്. ഇവിടെ നമ്മൾ സീ പാസ് കാണിച്ചാണ് ഇറങ്ങുന്നത്. ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ ഫുക്കറ്റിലെത്തി. ഇവിടുന്ന് നമ്മുടെ ക്രൂസിൽ നിന്ന് നമുക്ക് ചെറിയൊരു ഹോട്ടലാണ് ലാൻഡിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് കയറുകയാണ്. കാണിച്ചു അത്യാവശ്യം നല്ല തിരക്കുണ്ട് ബോട്ടില്. ഷിപ്പിലുള്ള എല്ലാവരെയും അവർ ഒരുപോലെ കരയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. നമ്മൾ മുകളിലത്തെ ഡെക്കിൽ പോവാണ്. We are shipping away from the we are sailing away from the ship. ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ അങ്ങോട്ടാണ് അടുപ്പിക്കുന്നത്. ഫുക്കറ്റ്, തായ്ലൻഡ്. നമ്മൾ പുക്കറ്റ് മറൈൻ കസ്റ്റംസ് പിയറിലാണ് വന്നെത്തിയത്. എവിടെ നമ്മൾ പോകുന്നത്? പിപ്പി ഐലൻഡ്. പിപ്പി ഐലൻഡ്. ഹായ് ചു. ഹായ് ബേബി. ഹായ്. നമ്മള് പാക്കേജ് നോക്കിക്കൊണ്ടിരിക്കുക. എവിടെ പോവാനുണ്ട്, എത്ര ദൂരത്തിലാണ്. നമുക്ക് 8 PM ആകുമ്പോൾ തിരിച്ച് ഷിപ്പിൽ കയറണം. അപ്പൊ അതിന് മുമ്പ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ഹലോ ഹലോ. നമ്മൾ ഇത്ര ഒരു 8-9 ആൾക്കാരുള്ളത് കൊണ്ട് നമുക്ക് വലിയ വണ്ടി വേണം. അപ്പൊ എല്ലാ ഗൈഡുമാർക്കും നമ്മളെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരാളാണ് ഇത്. ഇവിടെ കൂടുതലും ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, നമുക്കൊരു ഗൈഡിനെ കിട്ടി. ഇവിടുത്തെ 4000 ബാട്ട്, തായ്ലൻഡിലെ കറൻസിയുടെ പേര് ബാട്ട് എന്നാണ്. സോ അത് 4000 ആണ് അവർ പറഞ്ഞത്. പക്ഷെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് അവസാനം 2000-ലെത്തി. അതും അവർക്ക് ലാഭമായിരിക്കും, കാരണം നമ്മൾ പറഞ്ഞ ഉടനെ അവർ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി നിങ്ങൾ ബാർഗെയിൻ ചെയ്തിട്ട് എല്ലാത്തിനും കയറാവുള്ളൂ. അപ്പോൾ നമുക്ക് വണ്ടിയിലേക്ക് പച്ച വണ്ടിയാണ്. നമ്മളിപ്പം നൊപ്പറാത്ത് എലിഫന്റ് ക്യാമ്പിലാണ് വന്നേക്കുന്നത്. ഞങ്ങള് എലിഫന്റ് ട്രെക്കിങ്ങിന് വന്നിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇവിടെ. നമ്മളിങ്ങനെ രണ്ടുപേരായിട്ട് എലിഫന്റിന്റെ ആ ഒരു സീറ്റിൽ എത്തിക്കാണ് കൊണ്ടുപോകുന്നത്. How was the ride? The ride was good? Good? How was it? Good.
ഞാനും ചാഷനും കയറിയ ആനയ്ക്ക് 40 വയസ്സ് പ്രായം ഉണ്ടായിരുന്നു. അതിന്റെ പേര് ഓംചുവ എന്നായിരുന്നു. ഓംചുവ ഞങ്ങളോട് ഹായ് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കണ്ടേ? അപ്പുറത്തെ കൂട്ടി 2 ആനകളെ കണ്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. അതിനകത്ത് ഈ കുട്ടി ആന ഭയങ്കര വഴക്കാളിയായിരുന്നു. ഞങ്ങൾ അതിന് പഴം കൊടുത്തിട്ട് അതിന് കിട്ടിയില്ലെങ്കിൽ നമ്മളോട് ദേഷ്യപ്പെട്ടു. അത് അപ്പൊ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത് നമ്മൾ വന്നിരിക്കുന്നത് ടൈഗർ കിങ്ഡമിലാണ്. ഇവിടെ നമുക്ക് ടൈഗറിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാന്നൊക്കെയാ കേൾക്കുന്നത്. നമുക്കൊന്ന് കയറി നോക്കാം. ഞങ്ങൾ ആക്ച്വലി കയറിയില്ല. 2 hours വെയിറ്റിംഗ് ടൈം ഉണ്ട്. നമുക്ക് ടച്ച് ചെയ്യണമെങ്കിൽ 2000 ബാട്ട് അല്ലേ, 2000 ബാട്ടാണ് പ്രൈസ്. 2 hours വെയിറ്റിംഗ് ഉണ്ടാവുന്നത്. നമുക്ക് ടൈമില്ല, നമ്മൾ തിരിച്ചിറങ്ങുവാണ്. ഇങ്ങനെ ഒരു കാർഡ് നമുക്ക് അവിടെ നിന്ന് കിട്ടി. അത് നമ്മൾ സുവനിയർ ആയിട്ട് വെച്ചു. അടുത്തത് നമ്മൾ ദ ഡോൾഫിൻസ് ബേയിൽ വന്നു. ഇതാണ് പാസ്. 1200 ബാട്ടാണ്. സീറ്റാണ്. നനയാൻ റെഡി ആയിരിക്കും കേട്ടോ. 2 സീറ്റിലാണ്, അതുകൊണ്ട് നനയാതിരിക്കാൻ വേണ്ടി അവർ സാധനമൊക്കെ തരുന്നുണ്ട്. ഈ 2 റോയും നനയുന്നതാണ്, പെട്ടെന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഫ്രൂട്ടിന്റെ പേര് ദുരിയാൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ദുരിയാൻ. നമ്മളത് വാങ്ങിച്ചു. അതിന് ആക്ച്വലി ഒരു ചെറിയ സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ വണ്ടി ഇരുന്ന് കഴിക്കാൻ സമ്മതിക്കത്തില്ല. ഈ വെള്ള സാധനം കഴിക്കാൻ പറ്റുമോ? വലിയ ടേസ്റ്റ് ഇല്ല. മഞ്ഞ സാധനം കഴിച്ചാൽ എങ്ങനുണ്ട്? എങ്ങനുണ്ട് അമ്മേ? മമ്മി വെരി ഗുഡ്. ഡാഡി എങ്ങനുണ്ടോ? എങ്ങനുണ്ട്? നിന്റെ ഫേസ് എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ജെസ്സി ടേസ്റ്റ് ചെയ്യാം. ഇങ്ങോട്ട് നോക്ക്. ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ചക്കട പോലത്തെയാ. ചക്കട പോലത്തെ ടേസ്റ്റ് അല്ലാത്തൊക്കെ ടേസ്റ്റ് അല്ല. പ്ലീസ്. നീ കഴിച്ചാൽ പറ്റും. ഇഷ്ടപ്പെട്ടില്ല. ശരിക്കുള്ളത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. റിയാക്ഷൻ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ നല്ലതാന്ന് പറഞ്ഞത്. സത്യാവസ്ഥ പറ. ഇതുപോലൊരു പടം ഞാൻ ഇതുവരെ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതെനിക്കറിയത്തില്ല. ഇതിന്റെ മണവും ഇതിന്റെ രുചിയും എല്ലാം വേറെ തീരെ ശരിയല്ല. ഇവിടുത്തെ ആൾക്കാർക്ക് പക്ഷെ ഇത് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടില് ചക്ക കൊടുക്കുന്ന പോലെ ഇവിടെ ഇങ്ങനെ എല്ലായിടത്തും കാണാം.
നിനക്ക് ഇഷ്ടപ്പെട്ടോ ശരിക്കും? ആദ്യം ആത്തക്കയുടെ ടേസ്റ്റ് ആയിരുന്നു, പിന്നെ അതെന്തായി? പിന്നെ ഒരു വൃത്തിയുടെ ടേസ്റ്റ് അതുകൊണ്ട് ഞാൻ പരിപാടി നിർത്തി. നമ്മൾ ഇവിടുത്തെ ഒരു ഡ്യൂട്ടി ഫ്രീയിൽ വന്നിരിക്കുകയാണ്. ഭയങ്കര സെറ്റപ്പിൽ നല്ല അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കിങ് പവർ ഡ്യൂട്ടി ഫ്രീ ഒരു മോള് പോലത്തെ സെറ്റപ്പാ. എനിക്കൊന്ന് ഒരുപാട് കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് കയറാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിരിക്കുകയാണ്. നല്ല നീറ്റ്ലി അറേഞ്ച്ഡ് ആണ്. പല പല സെക്ഷൻസ് ആയിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ലുലുവിൽ പോകുന്ന പോലൊക്കെ തന്നെ. അപ്പം ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ 1-2 സാധനമേ വാങ്ങിച്ചുള്ളൂ. ഇത് ഇങ്ങനെ ഇവിടുത്തെ സ്പെഷ്യൽ ലോങ്കൻ ഫ്രൂട്ടാണ്. നമുക്ക് കുവൈറ്റിലും കിട്ടും, പക്ഷേ ഇത് ഓൾമോസ്റ്റ് 3 kg ആണ്. ഇതിപ്പോൾ ഇവിടെ 700 ഫിൽസേ ഉള്ളൂ. അതുകൊണ്ട് കെട്ട് കണക്കിന് വാങ്ങിച്ചു. പിന്നെ സോവനിയർ വാങ്ങിച്ചു. ഇതൊന്നേ ഉള്ളൂ, തായ്ലാൻഡ്. പിന്നെ വേറെ 2 ഓൾറെഡി പോയിട്ടുണ്ട്. വാങ്ങിച്ചിട്ടുള്ളൂ. വേറെ എവിടെയെങ്കിലും ഷോപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. നമുക്ക് ചീപ്പായിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന പ്ലേസസ് ഉണ്ടോ എന്ന് തപ്പാൻ വേണ്ടിയിട്ട് ഇറങ്ങുക. അത് കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ ക്രൂസിലേക്ക് പോകുമായിരിക്കും. നമുക്ക് ടൈമിംഗ് ഉണ്ട്, 8 മണിക്ക് മുമ്പേ അവിടെ എൻ്റർ ചെയ്യണം. ഇച്ചിരി ലിക്കർ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാണ്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഇത് 2 രീതിയിലാണ് ലിക്കർ വെക്കുന്നത്. ഒന്ന് വൈറ്റ് ടാഗ് ഉണ്ട്, പിന്നെ ബ്ലൂ ടാഗ് ഉണ്ട്. ഈ വൈറ്റ് ടാഗ് എന്ന് പറയുന്നത് നമുക്കിവിടെ പേയ്മെൻറ്റ് ചെയ്താൽ നമുക്ക് എയർപോർട്ടിൽ അവർ സാധനം എത്തിച്ചു തരും. ബ്ലൂ ടാഗ് എന്ന് പറയുന്നത് നമുക്കിവിടെ വാങ്ങിച്ച് ഇവിടെ യൂസ് ചെയ്യാനുള്ളതാണ്. പക്ഷേ അതിന് ടൈമിംഗ് ഉണ്ട്. രാവിലെ 11 മണി തൊട്ട് 2 മണി വരെയും, അത് കഴിഞ്ഞ് പിന്നെ 5 മണി തൊട്ട് 12 മണി വരെയും ഇവിടെ ലിക്കർ അവർ കൊടുക്കത്തുള്ളൂ. അല്ലാതെ അവർ ലിക്കർ സപ്ലൈ ചെയ്യത്തില്ല. എല്ലാ ടൈമിലും നമുക്ക് യൂസ് ചെയ്യാം. ബാക്കിയുള്ള സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവർ സെല്ല് ചെയ്യത്തില്ല. തായ്ലൻഡിലെ ലോ അങ്ങനെയാണെന്നാണ് പറയുന്നത്. അതായത് 5 PM to 12 midnight. ഞങ്ങളിപ്പോൾ 4 മണിയാണ്. 1 മണിക്കൂർ ഇവിടെ വെറുതെ നിന്നിട്ട് ഒരു കാര്യമില്ല. അപ്പം 1 മണിക്കൂർ തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഒരു നിരാശയിലാണ് ഇപ്പം. കഷ്ടം. ഒരു കാര്യം പറയാം, തായ്ലൻഡിൽ ഒരു ലോ ഉണ്ട്. പുതിയ അപ്പൊ ഞങ്ങൾ മോളിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ കഴിക്കാനായിട്ട് എവിടെയെങ്കിലും പോകാനാണ് പ്ലാൻ. നമ്മുടെ പച്ചവണ്ടി. ഞങ്ങൾ കഴിക്കാൻ കയറി TFCയിലാണ് കയറിയത്. എല്ലാവരും നല്ല ടയർഡായിട്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഷിപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുക്കറ്റിലെ ഡേ കഴിഞ്ഞു. നല്ല തിരക്കാണ് ഷിപ്പിൽ കയറാൻ. എല്ലാവരും വരുന്ന ഒരു സമയമാണ്. വി ആർ അപ്രോച്ചിങ് ദ ഷിപ്പ് ഗൈസ്. രാത്രിയിൽ നല്ല ഭംഗിയുണ്ടല്ലേ, ലൈറ്റ്സ് എല്ലാം വന്നിട്ട്. നേരിട്ടുള്ള ഭംഗി ശരിക്കും ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ പറ്റുന്നില്ല. ബട്ട് വിൻജാമറിന്റെ ക്ലോസിംഗ് ടൈമിനോട് അടുത്തതുകൊണ്ട് നമ്മൾ കഴിച്ചിട്ടാണ് പിന്നെ റൂമിലേക്ക് പോയത്. കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ സ്വീറ്റ് റൂമിൽ പോയിട്ട് അവിടുത്തെ ബാൽക്കണിയിൽ ഇങ്ങനെ കിടന്ന് റിലാക്സ് ചെയ്യും. ഈ മൊമെന്റ് ആക്ച്വലി എനിക്ക് ഭയങ്കര ഒരു ഹോൾസം, ബ്ലെസ്ഡ്, ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു മൊമെന്റ് ആയിരുന്നു. നാളെ ഒരു ദിവസം കൂടെ ഉള്ളല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ക്രൂസിലെ ഡേ 3 കഴിയുകയാണ്. ഞങ്ങളുടെ പഴയ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണണം. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.